നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ തനിക്ക് സംഭവിച്ച ആക്രമണത്തിന്മേലുള്ള വാദം തുറന്ന കോടതിയിൽ നൽകട്ടെ എന്ന് അതിജീവിത ശക്തമായ നിലപാടെടുക്കുന്നു. അടച്ചിട്ട കോടതിയിൽ വാദം വേണ്ടെന്നും അതിജീവിത നിലപാട് വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ച് വിചാരണ കോടതിയിൽ ഹർജി നൽകി. അന്തിമവാദം തുടങ്ങിയതിന് പിന്നാലെയാണ് അതിജീവിത കോടതിയെ സമീപിച്ചത്. അടച്ചിട്ട മുറിയിലെ വാദം അവസാനിപ്പിക്കണമെന്നും കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം അറിയട്ടെയെന്നും ഇതിൽ തന്റെ സ്വകാര്യതയുടെ വിഷയങ്ങളില്ല എന്നുമാണ് നടിയുടെ നിലപാട്. തനിക്കെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള ഹർജി നൽകാൻ അതിജീവിതയെ പ്രേരിപ്പിച്ച പ്രധാന കാരണമായി കണക്കാക്കുന്നത്. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. 2018 മാർച്ച് 8 വിചാരണ നടപടികൾ ആരംഭിച്ചത്. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസിന്റെ ഇതുവരെയുള്ള വിചാരണ അടച്ചിട്ട കോടതിയിൽ നടന്നത്. കേസിലെ വിചാരണയുടെ സുപ്രധാന ഘട്ടം പൂർത്തിയായിരുന്നു. ഇന്നലെ മുതൽ കേസിൽ അന്തിമവാദം ആരംഭിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം നടക്കുന്നത്. 1 മാസം കൊണ്ട് കേസിൽ അന്തിമവാദം പൂർത്തിയാക്കും. അതിനുശേഷം കേസ് വിധി പറയും. ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്ന കേസിൽ 6 വർഷവും 9 മാസവും നീണ്ട ദീർഘ വിചാരണയാണ് നടന്നത്. പൾസർ സുനി എന്ന സുനിൽ കുമാർ 1ാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8ാം പ്രതി. നേരത്തെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ അതിജീവിത കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്ന പരിശോധിച്ച സംഭവത്തിൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ആ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകുന്നതെന്നും അതിജീവിത കത്തിൽ പറയുന്നു. അതേസമയം മുൻ DGP R ശ്രീലേഖയ്ക്ക് എതിരെ അതിജീവിത കോടതിയിൽ പരാതി നൽകി കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. ദിലീപിന് അനുകൂലമായി R ശ്രീലേഖ നടത്തിയ പരാമർശത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. തന്റെ യൂട്യൂബ് ചാനലിലും ചില ഓൺലൈൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലും ദിലീപിന് അനുകൂലമായി ശ്രീലേഖ സംസാരിച്ചിട്ടുണ്ട്. കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു ശ്രീലേഖയുടെ വാദം.